Okay, students, we have our next chapter, which is interview skills. തേർഡ് ചാപ്റ്ററാണ് ഇൻ്റർവ്യൂ സ്കിൽസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്യൂമെ എഴുതാൻ പഠിച്ചു, അതുപോലെ അതിന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ റെസ്യൂമെ കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ an interview is a powerful interpersonal communication tool among individuals. It may also be defined as a direct interaction between the candidate and the employer. അപ്പം ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം, അതെന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി കാൻഡിഡേറ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാൻഡിഡേറ്റും ആ എംപ്ലോയർ, നമുക്ക് ജോലി തരുന്ന ആൾ തന്നെയാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷനെ കുറിച്ചാണ്, അതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിലുള്ളത്. എബൌട്ട് ആൻ ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് ജസ്റ്റ് സ്ലൈഡാക്കി തന്നെന്നുള്ളൂ. അപ്പം എബൌട്ട് ആൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആൻ ഇൻ്റർവ്യൂ ഇസ് എ പവർഫുൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂസ് ആണുള്ളത്. അപ്പോൾ ഒന്ന് ഇൻഫോർമൽ ഇൻ്റർവ്യൂസും ഫോർമൽ ഇൻ്റർവ്യൂസും. Informal interviews എന്താണെന്ന് വെച്ചാൽ, it is in this kind of interview the process of evaluation and preparation are not aimed towards the selection of any kind. It is an informal chat for knowing the candidates closely. ഇപ്പോൾ നമ്മൾ ഇൻഫോർമൽ ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ അത് ഫോർമൽ ആയിട്ടുള്ളതല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത്, ഒരു ഫേമസ് സെലിബ്രിറ്റീസ്, മോഹൻലാൽ, മമ്മൂട്ടി, ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരെല്ലാം, അതുപോലെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ളവരെയും, ഉമ്മൻചാണ്ടി തുടങ്ങിയ ആളുകളെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഈ ന്യൂസ് ചാനലെല്ലാം കാണുന്ന പോലെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂസ്. എന്ന് വെച്ചാൽ ജസ്റ്റ് വി വാണ്ട് ടു നോ സംതിങ് അബൌട്ട് ദം. അപ്പം അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഒരു ഇൻ്റർവ്യൂസാണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. അപ്പോൾ സെലിബ്രിറ്റി ആൻഡ് ടെലിവിഷൻ ഇൻ്റർവ്യൂസ് ആർ ഓൾ ഓഫ് ദിസ് കൈൻഡ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടുള്ളത് സെലിബ്രിറ്റി ആൻഡ് ടെലിവിഷൻ ഇൻ്റർവ്യൂസ്. ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സീരിയസ് ആൻഡ് കണ്ടക്റ്റഡ് വിത്ത് എ സ്പെസിഫിക് എയിം ആൻഡ് ഇൻ ആൻ ഓഫീസ് സെറ്റപ്പ് വിത്ത് ആൻ അഡിക്വേറ്റ് പ്രിപ്പറേഷൻ. ഇപ്പം നമ്മൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പം ദ എയിം അറ്റ് വാട്ട് ഇറ്റ് ഈസ് എ സീരിയസ് ആൻഡ് കണ്ടക്റ്റഡ് വിത്ത് എ സ്പെസിഫിക് എയിം. ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ലക്ഷ്യവും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഫോർമൽ ഇൻ്റർവ്യൂ. ആൻഡ് ഇൻ ആൻ ഓഫീസ് സെറ്റപ്പ് വിത്ത് ആൻ അഡിക്വേറ്റ് പ്രിപ്പറേഷൻ. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എല്ലാം അതിനുണ്ടാവും. ചുമ്മാ കയറി ചെന്ന് നമുക്കങ്ങനെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം ഒരു ഓഫീസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു നേരത്തേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് ആളെക്കുറിച്ച് പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ അയാളെക്കുറിച്ച് ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഒരു സിനിമ നടൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് വെച്ചാൽ, ആ പുള്ളിയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും ചുമ്മാ കയറിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ ഇറ്റ് ഈസ് വെരി ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. പക്ഷേ ഫോർമൽ ഇൻ്റർവ്യൂസിന് നമുക്ക് ഒത്തിരി പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മൾ നമ്മുടേതായ മെൻ്റലി ഫിസിക്കലി എല്ലാം പ്രിപ്പയർ ചെയ്ത് വേണം പോവാൻ. ഇപ്പോൾ പ്രോപ്പർ ഇവാലുവേഷൻ ഈസ് ഡൺ. അപ്പോൾ ഫോർമൽ ഇൻ്റർവ്യൂവിന് നമ്മളെ ഫുള്ളായിട്ടൊന്ന് വിലയിരുത്തുന്നത് ആരാണ്? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നമ്മളെ ഫിസിക്കലായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ എല്ലാം ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഈ ഫോർമൽ ഇൻ്റർവ്യൂവിൽ നടക്കും. പക്ഷേ ഇൻഫോർമൽ ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ആവശ്യമില്ല. ഫോർമൽ ഇൻ്റർവ്യൂസ് ആർ ജോബ് ഇൻ്റർവ്യൂ, പ്രൊമോഷൻ ഇൻ്റർവ്യൂസ്, എക്സിറ്റ് ഇൻ്റർവ്യൂസ്, റീപ്രൈംഡ് ഇൻ്റർവ്യൂസ്, ഗ്രീവൻസ് ഇൻ്റർവ്യൂസ്, ഓറിയൻറ്റേഷൻ ഇൻ്റർവ്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമൽ ഇൻ്റർവ്യൂസിനൊരു എക്സാമ്പിൾ. അപ്പോൾ നെക്സ്റ്റ് വണ്ണെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ്. 3 തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ്, സ്ട്രെസ് ഇൻ്റർവ്യൂസ്, പിന്നെ എന്താണ് ഡെപ്ത് ഇൻ്റർവ്യൂസ്. അപ്പോൾ ഈ 3 ഇൻ്റർവ്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പേര് പോലെ തന്നെ ആ ഇൻ്റർവ്യൂസ് പഠിച്ചാൽ മതി. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു പ്രത്യേകമായിട്ടുള്ള. സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഡെപ്ത് എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് ചോദിക്കും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് നോക്കാം. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മേ ആസ്ക്ഡ്. All candidates undergo same pattern of questions so that interview can
ഇൻ്റർവ്യൂവർ ക്യാൻ ഈസിലി കമ്പയർ ആൻഡ് സെലക്ട് ഗുഡ് കാൻഡിഡേറ്റ്സ്. അപ്പം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂസിന്. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സ്കൂള് കോളേജ്, പണ്ട് പറഞ്ഞ പോലെ തന്നെ സ്കൂള് കോളേജിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് അവർ ചോദിക്കും. അപ്പോൾ ആ ഒരു സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത ആളോടും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ബികോം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ വേണമെന്ന് വെച്ചോ, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഏകദേശം ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി ദേ ക്യാൻ സെലക്ട് ദ കാൻഡിഡേറ്റ്. അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിരിക്കും. അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതുപോലെ സ്ട്രെസ് ഇൻ്റർവ്യൂസ് ഡെലിബറേറ്റ്ലി എംപ്ലോയി ടെക്നിക്സ് ടു പ്ലേസ് കാൻഡിഡേറ്റ്സ് അണ്ടർ പ്രഷർ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ ബോധപൂർവം ഡെലിബറേറ്റ്ലി എംപ്ലോയി ടെക്നോളജീസ് ടു പ്ലേസ് കാൻഡിഡേറ്റ്സ് അണ്ടർ പ്രഷർ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നിലനിന്ന് പോകുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് അവർക്ക് ആവശ്യമെങ്കിൽ സ്ട്രെസ് ഇൻ്റർവ്യൂവിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സിനെ മാക്സിമം അവർ സ്ട്രെസ്ഫുള്ളാക്കും. അവർ മാക്സിമം ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പം നല്ല രീതിയിൽ റാഗ് ചെയ്ത് വിടും കാൻഡിഡേറ്റ്സിനെ. അപ്പം ആ ഒരു റാഗിങ്ങിൽ അവരെങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് സ്ട്രെസ് ഇൻ്റർവ്യൂസിൽ നോക്കുന്നത്. അടുത്തത് കൗണ്ടർ ക്വസ്റ്റ്യൻസ് ദി കാൻഡിഡേറ്റ് ഓൺ ദി ഏർലി റിപ്ലൈസ് ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പോൾ എന്താണോ ഒരു കാൻഡിഡേറ്റ് ഉത്തരം പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യന് അനുബന്ധമായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഒരു കണക്ഷൻ ഉണ്ടാകും. മറ്റേതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിരിക്കും. സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഇതിൽ എന്താണ് ചോദിക്കുന്നത് അതിന് ഇപ്പം ഒരാൾ ഇപ്പം നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ചെല്ലുക. അപ്പോൾ അവർ അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് ചോദിക്കും. നിങ്ങൾ നടന്ന സ്റ്റെപ്പ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഈ കാൻഡിഡേറ്റിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര പടികൾ ചവിട്ടിയാണ് വന്നത്, അതൊക്കെ എണ്ണി. അപ്പോൾ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ മെക്കാനിസമൊക്കെ അതായിരുന്നു. വലിയൊരു കാര്യമൊന്നുമില്ല. എന്നിട്ട് അവർ ഇപ്പോൾ പഠിപ്പിക്കാൻ ചെല്ലുന്ന ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന ആ ഒരു കോളേജിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. ഇപ്പം ന്യൂമാൻ കോളേജിലാണെങ്കിൽ, ഇപ്പോൾ ഹെൻറി ബേക്കർ കോളേജിലാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നതെങ്കിൽ ഹൂ ഈസ് ഹെൻറി ബേക്കർ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ന്യൂമാൻ കോളേജ് ഹൂ ഈസ് ന്യൂമാൻ എന്ന് ചോദിക്കും. അപ്പം അതിനെ അനുബന്ധമായിട്ട് അവർ ചോദിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, ഇപ്പം ഞാൻ മലബാർ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ മലബാറിൻ്റെ പ്രത്യേകതകൾ എന്താ, മലബാറിലുള്ള മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് എന്താ, ഫുഡ് എന്താ. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ ഒരു കണക്ഷൻസ് ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂവിന്, ഏതൊരു ഇൻ്റർവ്യൂവിന്. പക്ഷേ സ്ട്രെസ്ഫുൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. നന്നായിട്ട് റാഗ് ചെയ്താണ് അവർ വിടുക. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ആസ്കിങ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു ഇച്ചിരി എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടാവും, സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ടേ പോകും. പക്ഷേ അതൊന്നും ആയിരിക്കില്ല അവർ ചോദിക്കുക. The purpose of the interview is to evaluate how smart the candidate is and how can he or she can deal with the unexpected. അപ്പോൾ ഈ ഒരു പർപ്പസ് ഇത്ര ആർത്താൽ മതി. ഈ സ്ട്രെസ് ഇൻ്റർവ്യൂവിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരാളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരെ വിലയിരുത്തുന്നത് എന്തിനെക്കുറിച്ചാണ്, അവരെന്തുമാത്രം സ്മാർട്ടാണ്, ഒരു കാര്യം കൊടുത്താൽ എങ്ങനെ അത് ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നോക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെപ്ത് ഇൻ്റർവ്യൂസ്. ക്വസ്റ്റ്യൻസ് ആർ ഡീപ്ലി ആസ്ക്ഡ്. അപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡീപ്പായിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ഡെപ്തിൽ ചോദിക്കും. മറ്റേതിൽ അങ്ങനെയല്ലായിരുന്നു. ഒരെണ്ണത്തിൽ സ്ട്രക്ചേർഡ് ആണെങ്കിലും ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ആണെങ്കിലും സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ, അതുപോലെ തന്നെ സ്ട്രെസ്ഫുള്ളിൽ ഒരാളുടെ എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. ഡെപ്ത് ഇൻ്റർവ്യൂവിൽ എന്താ അത്രയും തന്നെ നോളജ് നമുക്ക് വേണം. ഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സിവിൽ സർവീസിൻ്റെ എക്സാമിന് ഇൻ്റർവ്യൂ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയും. ഫസ്റ്റ് സിവിൽ സർവീസിൻ്റെ എക്സാം എന്ന് പറയുന്നത് എഴുത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രയാസമുള്ള എക്സാം എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസിൻ്റെ എക്സാമാണ്. എന്ന് വെച്ചാൽ കളക്ടർ ലെവലിലേക്ക് പോകേണ്ടവർ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലായിരിക്കും, തിയറി ആയിരിക്കും. സെക്കൻഡ് ലെവലും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ചോദിക്കും, അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതണം. മറ്റേത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. മൂന്നാമത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു ഫേസാണ്. അപ്പം
ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും ഡീപ്പ് നോളജ് വേണം സിവിൽ സർവീസ് എക്സാം. അതാണ് ഡെപ്ത് ഇൻ്റർവ്യൂ. അതിനൊരു എക്സാമ്പിൾ സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞാൽ പറയാം. രണ്ടാമത്തെ ഇവാലുവേറ്റിംഗ് ഓൺ ദി ബേസിസ് ഓഫ് ഡീപ്പ് നോളജ് ഇൻ ഹിസ് ഓർ ഹെർ സബ്ജക്റ്റ് ഓർ ഏരിയ. അപ്പോൾ ആ ഒരു അയാൾ എന്ത് സബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് ചോദിക്കും. നീറ്റിൻ്റെ എക്സാം അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഡീപ്പായിട്ട് ചോദിക്കത്തില്ലേ. ആ ഒരു മെക്കാനിസം തന്നെയാണ് ഡെപ്ത് ഇൻ്റർവ്യൂ. ഈച്ച് റെസ്പോൺസ് ഈസ് പ്രോപ്ഡ് ടു എക്സ്പ്ലോർ ഇൻകോൺസിസ്റ്റൻസീസ്, വീക്ക്നെസ് ഇൻ ആർഗ്യുമെൻറ്റ്, ലാക്ക് ഓഫ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അപ്പം ഈച്ച് റെസ്പോൺസ്, നമ്മുടെ ഓരോ റെസ്പോൺസും, നമ്മുടെ ഓരോ ആൻസർ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോറേഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. അതുപോലെ വീക്ക്നെസ് ഇൻ ആർഗ്യുമെൻറ്റ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ വീക്ക്നെസ് ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ ലാക്ക് ഓഫ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ പാസ്സാവാൻ പറ്റത്തില്ല. അടുത്തത് ഫേസസ് ഓഫ് ആൻ ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ്. അപ്പം ഓരോ ഇൻ്റർവ്യൂവിൻ്റെ 3 തലങ്ങളാണുള്ളത്. അപ്പം ആ 3 തലങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താ, പ്രിപ്പറേഷൻ. ഒരു നല്ല പ്രിപ്പറേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫോമൻസിന് ഒരു നന്നായിട്ട് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ പെർഫോമൻസിനെ വെച്ചാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ നിങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ്, ഈ 3 ഫേസസ്, 3 ഘട്ടം, ആ ഒരു ഘട്ടങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ. ഫസ്റ്റ് വൺ ഈസ് going through your resume for self-analysis. Identifying your achievements, accomplishments, special interests, hobbies and skills. അപ്പോൾ നമ്മൾ നമ്മുടേതായ റെസ്യൂമേ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ആ റെസ്യൂമേയിൽ നമ്മുടേതായ ഒരു സെൽഫ് അനാലിസിസ്, നമ്മളെ തന്നെ ഒരു വിലയിരുത്തണം. നമ്മളുടെ ഹോബീസിനെ കുറിച്ചും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും നമുക്ക് തന്നെ ഒരു ബോധം ആദ്യം ഉണ്ടാവണം. നമ്മൾ ഒരു പെർഫോമൻസ്, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ നല്ലതാണ്, ഈ ഒരു ഏരിയയിലൊക്കെ ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. ഇപ്പം നമ്മൾ അവിടെ ചെന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു നന്നായിട്ട് പടം വരയ്ക്കും അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാടും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ്, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അതിനെക്കുറിച്ചൊരു കണക്ഷൻ ഉണ്ടാകും. അപ്പം നമ്മുടെ ഏരിയ എന്താണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കൊമേഴ്സാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ കൊമേഴ്സിലുള്ള ആ ഒരു ബേസിക് പ്രിൻസിപ്പിളും കാണുമല്ലോ. കൊമേഴ്സ് ഈസാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ തുടക്കത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല നോളജ് ഉണ്ടാവണം. അടുത്തത് ഷുഡ് ഹാവ് എ സ്ലൈറ്റ് നോളജ് അബൌട്ട് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ യു വിഷ് ടു ജോയിൻ. അപ്പം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇപ്പോൾ ഹെൻറി ബേക്കർ കോളേജിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇൻ്റർവ്യൂവിന് ഒരു കൊമേഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൻറി ബേക്കർ ആരാണെന്ന് അറിയണം. അതുപോലെ തന്നെ ആ സ്ഥലം മറ്റമാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് പോവുക. അടുത്തത് ഷുഡ് എൻഷ്യൂർ ഇൻ്റർവ്യൂ ഫയൽ കണ്ടെയ്ൻസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ്റർവ്യൂ ലെറ്റർ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് യുവർ എക്സ്പീരിയൻസ്, കോപ്പീസ് ഓഫ് യുവർ റെസ്യൂമെ. അതെന്താണെന്ന് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആ സമയത്ത് ഓടി ചാടി നടക്കരുത്. അതിനുവേണ്ടി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അല്ല, ഇതൊരു ദിവസം മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമാണ്. അടുത്തത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രിപ്പറേഷൻ ടു ബി ഡൺ ബിഫോർ അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ. അപ്പം ഫിസിക്കലായിട്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വേണം ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ. അടുത്തത് പെർഫോമൻസ്. എന്ന് വെച്ചാൽ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാവുള്ളൂ, ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാം. അപ്പം പെർഫോമൻസിന് എന്തൊക്കെയാണ് വേണ്ടത്? വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ റെസ്യൂമെ പ്ലസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഇൻ്റർവ്യൂ റൂം. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. വെർബൽ. നോൺ വെർബൽ എന്ന് പറയുന്നത് സംസാരിക്കാതെ നമ്മുടെ പോസ്ചർ, എന്ന് വെച്ചാൽ നമ്മുടെ ഒരാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻക്ലൂഡ്സ് ദ റെസ്യൂമെ പ്ലസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ റെസ്യൂമെ നോക്കും, അതുപോലെ തന്നെ
സംസാരിക്കുന്ന കാര്യവും ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് യുവർ പേഴ്സണൽ അപ്പിയറൻസ്, ദ എറ്റിക്വറ്റ് യു ഫോളോ ആൻഡ് യുവർ ബോഡി ലാംഗ്വേജ് നീഡ് ടു ബി തറോ വിത്ത് യുവർ ഓൺ റെസ്യൂമെ. അപ്പം അതിലും റെസ്യൂമെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്യൂമയെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ കുളിച്ചിട്ട് പോകണം, അതുപോലെ തന്നെ നന്നായിട്ട് മുടി ചെയ്ത് പോകണം. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്ന നമ്മളെ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ വിലയിരുത്തുന്ന ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. അതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് പെർഫോമൻസ് ഡിറ്റർമൈൻസസ് ദി വൊക്കാബുലറി, സെൻറ്റൻസ് കൺസ്ട്രക്റ്റഡ് ബൈ യു, ഇൻഫർമേഷൻ റിഗാർഡിങ് യുവർ സ്കിൽസ്, പേഴ്സണാലിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പം പെർഫോമൻസ്, ഒരാളുടെ പെർഫോമൻസ്, ഒരാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നിങ്ങളുടെ വൊക്കാബുലറി, സോ നിങ്ങളുടെ ആ ഭാഷയിലുള്ള നിങ്ങളുടെ അറിവ്. ഇപ്പോൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെങ്കിൽ തപ്പിത്തടയൊന്നും പറയാൻ പറ്റാതെ കൃത്യമായിട്ട് സംസാരിക്കും. ഒരു ടെൻഷനൊന്നും പാടില്ലാതെ ക്ലിയർ ആയിരിക്കണം, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതാണ് ഡിറ്റർമൈൻസ് യുവർ വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് വെച്ചാൽ ആ ഒരു ഭാഷയിലുള്ള നിങ്ങളുടെ അറിവ്. അതുപോലെ തന്നെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റഡ് ബൈ യു. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ചെന്ന് പറയുമ്പോഴും ഒരു വാക്ക് പോലും പാഴ്വാക്കാവരുത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നിങ്ങൾ എന്തൊക്കെ, നമ്മുടെ സെലക്ഷൻ ഓഫ് വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ക്ലാസ്സിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കച്ചറ സംസാരവും അല്ലാതെ നല്ല സംസാരമുണ്ട്. അപ്പോൾ ഒരാളുടെ സംസാരം കേട്ടാൽ അറിയാം അയാളുടെ വീട്ടിലെന്താ നടക്കുന്നതെന്നുള്ളത്. പക്ഷേ വീട്ടിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അയാളുടെ സംസാരം കേട്ടാലറിയാം. അപ്പോൾ ആ ഓരോ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ ഓരോ വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ കണ്ട് പഠിച്ച് വരുന്ന ഓരോ വാക്കുകളാണ്. അപ്പോൾ ആ ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരു മോശകരമായ ഒരു വാക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കലും അയാളുടെ തെറ്റല്ല. അതെന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾ അയാളെ കൊണ്ട് ഫാമിലിയിലുള്ള കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ ലാംഗ്വേജിലും നമ്മൾ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റാണ് ഒരു ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ. അപ്പം സെലക്ഷൻ ഓഫ് വേർഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഇൻഫർമേഷൻ റിഗാർഡിങ് യുവർ സ്കിൽസ്, നമ്മുടെ എന്തൊക്കെയാണോ നമുക്കുള്ള കഴിവുകൾ അതിനെക്കുറിച്ചുള്ളൊരു നല്ലതായ ഗ്രാഹ്യമായ നോളജ് നമുക്ക് വേണം. പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം, ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. Speak in simple, uncomplicated English without any slang or jargon. ജാർഗൺ എന്നാന്ന് നമ്മൾ പഠിച്ചതല്ലേ? കഴിഞ്ഞ വർഷമല്ലേ പഠിച്ചത്? കഴിഞ്ഞ വർഷമാണോ? അപ്പോൾ സ്പീക്ക് ഇൻ സിമ്പിൾ അൺകോംപ്ലിക്കേറ്റഡ് ഇംഗ്ലീഷ്. അപ്പം കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ഇംഗ്ലീഷിൽ സംസാരിക്കുക, മനസ്സിലാവണം, കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലാവണം. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇൻ്റർവ്യൂ പറഞ്ഞാൽ മനസ്സിലാവണം. വിത്തൗട്ട് എനി സ്ലാങ് ഓർ ജാർഗൺ. ജാർഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലാത്ത വാക്കുകൾ യൂസ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഒട്ടും ഫെമിലിയർ അല്ലാത്ത വാക്കുകൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് അവതരിപ്പിക്കില്ല. വളരെ സിമ്പിളായിട്ട്. അതാണ് ജാർഗൺ എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാവാത്ത വേർഡ്സ്. അതുപോലെ തന്നെ സ്ലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം കോട്ടയം സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, കോഴിക്കോടൻ സ്ലാങ്. അപ്പം നമ്മളിപ്പോൾ കോട്ടയത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുവാണെങ്കിൽ ഈ കോഴിക്കോടുകാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, കോഴിക്കോടല്ല, കാസർഗോഡുള്ളവർ സംസാരിക്കുന്നത് 14 ഭാഷകളുണ്ടല്ലോ ആ ജില്ലയിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ കൊങ്കിണി ഭാഷ സംസാരിക്കുന്നവർ അവിടെ കോട്ടയത്ത് വരുന്നതെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ സംസാരിക്കാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. അപ്പോൾ അപ്പം അതൊന്നും ഒഴിവാക്കണം, അതൊന്നും പാടില്ല ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ. അപ്പം കൃത്യമായിട്ടുള്ള ഭാഷയിൽ കൃത്യമായിട്ടുള്ള സ്ലാങ്ങിൽ വേണം സംസാരിക്കാൻ. പിന്നെ അവോയ്ഡ് മോണോസിലബിക് റെസ്പോൺസസ് ആൻഡ് നോട്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചോദിക്കുവാണെങ്കിൽ ശരി എന്നല്ല എന്ന് പറഞ്ഞ് തലയാട്ടും. അപ്പോൾ ആ തലയാട്ടുന്നതും പിന്നെ മോണോസിലബിക് എന്ന് വെച്ചാൽ സിംഗിളായിട്ടുള്ള സൗണ്ടുകൾ. ഇപ്പോൾ ഓക്കെ അല്ല എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ഒഴിവാക്കണം. നമ്മളിപ്പോൾ വാട്സപ്പിലാണെങ്കിൽ എന്നും പറഞ്ഞൊരു സാധനം ഇടത്തില്ലേ, എന്നും പറഞ്ഞ്. അതൊക്കെ ഒരു നല്ല കോൺവെർസേഷന്
ചേർന്നതല്ല. only answer to the question you know. അപ്പം അറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക, അല്ലാതെ ചുമ്മാ പോയി അതിപ്പോൾ തലയിടരുത്. എന്ന് വെച്ചാൽ അറിയത്തില്ലാത്ത കാര്യങ്ങളിലും പോയി സംസാരിച്ച് അവസാനം ചളവാകരുത്. അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട് ആൻഡ് ഗെസ്റ്റേഴ്സ്. പോസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഘടന. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കുളിച്ചൊരുങ്ങി പോവുക, അതുപോലെ മുടി ചീകി പോവുക, അപ്പോൾ അത് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് പോസ്ചർ. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ മുഖമിട്ട് അങ്ങനെ വലിയൊരു എക്സ്പ്രഷനൊന്നും കാണിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക, പോസ്ചർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ വേ വി സ്റ്റാൻഡ് ഓർ സിറ്റ് വിച്ച് റിഫ്ലെക്ട്സ് അവർ ഫീലിങ്സ്, തോട്ട്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ആ ഒരു ഘട്ടം തൊട്ട് എല്ലാം പോസ്ചറിൽ വിലയിരുത്തും. അപ്പം കയറി വരുമ്പോഴേ ഐ ഗെറ്റ് ഇൻ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അകത്ത് വന്നോട്ടെ, അതെല്ലാം ഒരു പോസ്ചറിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, എണീറ്റ് നിൽക്കുന്നത്, ഇതെല്ലാം അവർ വിലയിരുത്തുന്ന കാര്യങ്ങൾ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതുപോലെ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്റ്റിഫ് പോസ്ചർ ഷോസ് ടെൻഷൻ. അപ്പോൾ ഒരു സ്റ്റിഫായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി വെടിപ്പായിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര ടെൻഷനായിട്ട് ഫീൽ ചെയ്യും. വൈൽ കംഫർട്ടബിളി ലേണിംഗ് ബാക്ക് അഡ്വൈസ് എ റിലാക്സ്ഡ് മൂഡ്. ഇപ്പോൾ ഒരാൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ സ്റ്റിഫായിട്ട് ഇങ്ങനെ നേരെ ഇരിക്കുകയാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടെന്നാണ് ടെക്സ്റ്റിൽ പറയാം. വൈൽ കംഫർട്ടബിളി ലേണിംഗ് ബാക്ക്, പുറകോട്ട് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കസാരയിലേക്ക് പുറകിലേക്ക് നന്നായിട്ട് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുക, അതായത് സിനിമ കാണാൻ വന്ന പോലെ ഉള്ളൊരു ഫീലായി. എ ഗ്രേസ്ഫുൾ പോസ്ചർ ഈസ് എ ഗ്രേറ്റ് അസറ്റ് ഇൻ ആൻ ഇൻ്റർവ്യൂ. ഒരു നല്ല ചിരിച്ച്, നല്ലൊരു ഗ്രേസ്ഫുള്ളായിട്ട്, നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന ഒരാൾക്കാണ് നന്നായിട്ട് ഇൻ്റർവ്യൂവറിന് ഇമ്പ്രസ് ആവാൻ സാധ്യതയുള്ളൂ. അപ്പം മറ്റേത് രണ്ടുമല്ല, നല്ലൊരു ഗ്രേസ്ഫുൾ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ഒരു ചെറിയ ചിരിയോടെ വേണം സമീപിക്കാൻ. അടുത്തത് ഫേഷ്യൽ എക്സ്പ്രഷൻ. സംടൈംസ് ദ ഇൻ്റർവ്യൂ മേ ജഡ്ജ് ദ ലിസണേഴ്സ് റിയാക്ഷൻ ബൈ ദ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വിച്ച് ക്യാൻ ആക്ട് ആസ് എ മോസ്റ്റ്ലി ഫീഡ്ബാക്ക്. പ്രസൻറ്റ്, കോൺഫിഡൻറ്റ് ആൻഡ് അസർട്ടീവ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആർ ദി കീ ടു സക്സസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്മൈലോടെ, നല്ല പ്ലസൻറ്റും കോൺഫിഡൻ്റായിട്ട് വേണം നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ. എന്നുവെച്ചാൽ ടെൻഷൻ നമ്മൾ ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ഐ കോണ്ടാക്റ്റ് വെച്ചാൽ പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് നമ്മുടെ ഇൻ്റർവ്യൂവറുമായിട്ട് ഉണ്ടായിരിക്കണം, ആദ്യം തൊട്ട് അവസാനം വരെ. എന്നാലേ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളിലുണ്ടെന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ. യൂണിവേഴ്സൽ നെഗറ്റീവ് ഗസ്റ്റേഴ്സ് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ എക്സസീവ് ഹാൻഡ് ഗസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഇപ്പം മുഖത്ത് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലിങ്ങനെ കാണിക്കുവാണെങ്കിൽ, ഇപ്പം മുഖം തുടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും നല്ല ടെൻഷനുള്ള ആളാണ്. അപ്പോൾ ലുക്കിംഗ് അറ്റ് ദി ഫ്ലോർ, സീലിംഗ്, ടേബിൾസ് ഓർ വാൾസ്, നേരെ നോക്കാതെ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാതെ നമ്മൾ മുകളിലുള്ള ഫ്ലോറോ സീലിങ്ങോ അവിടെ ടേബിളോ അതിലൊക്കെ നടക്കുന്ന പല്ലിയോ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്, ഉറുമ്പോ, അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പേടിയുള്ളതായിട്ട് തോന്നും. റബ്ബിങ് ഐസ്, അവോയ്ഡിങ് ഐ കോണ്ടാക്റ്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അടുത്തത് ഐ കോണ്ടാക്റ്റ് കഴിഞ്ഞു, പിന്നെ ഗസ്റ്റേഴ്സ് നോക്കി. അപ്പം അടുത്തെന്ന് പറയുന്നത് ഇവാലുവേഷൻ പ്രോസസ്സാണ്. ലാസ്റ്റ് പ്രോസസ്സാണ് ഇവാലുവേഷൻ പ്രോസസ്സ്. ഇപ്പോൾ യു ആർ ഇവാലുവേറ്റഡ് ബൈ യുവർ എറ്റിക്വേറ്റ്, യുവർ പേഴ്സണാലിറ്റി, യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ഡൊമൈൻ നോളജ്. അപ്പം നിങ്ങളെ ഈ ഒരു 2 പ്രിപ്പറേഷനും പെർഫോമൻസിനെയും വിലയിരുത്തി എന്തൊക്കെയാണ് അവർ വിലയിരുത്തുന്നത്? യുവർ എറ്റിക്വേറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആകെ മൊത്തമുള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസ്, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനെയൊക്കെയാണ് അവർ നോക്കുന്നത്. നിങ്ങളുടെ സംസാരം, ഇതെല്ലാം ഒരു എറ്റിക്വേറ്റിൽ പെടും. യുവർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണ്, യുവർ ആറ്റിറ്റ്യൂഡ്, മനസ്സിലായില്ലേ, ആൻഡ് യുവർ ഡൊമൈൻ നോളജ്. നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിലുള്ള നോളജ്, ആ ഒരു അറിവ്, ഇതിനെക്കുറിച്ചെല്ലാം വിലയിരുത്തുക എന്നുള്ളതാണ് ഇവാലുവേഷൻ പ്രക്രിയയിൽ നമ്മുടെ ഇൻ്റർവ്യൂവർ അല്ലെങ്കിൽ എംപ്ലോയർ, നമുക്ക് ജോലി തരുന്ന ആൾ വിലയിരുത്തുന്നത്. റിമെമ്പർ ദ ഡൂസ് ആൻഡ് ഡോൺസ്. പേജ് നമ്പർ 41.
അപ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഡൂസ് നോക്കിക്കേ, ഇവാലുവേഷൻ പേജ് നമ്പർ 41 ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ കേപ്പബിലിറ്റീസ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു 5 എണ്ണം ചോദിക്കും, എന്തൊക്കെയാണ് ഇവാലുവേഷനിൽ വേണ്ടത്, ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൂസിൽ ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ കേപ്പബിലിറ്റീസ്, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. സിറ്റ് കംഫർട്ടബിളി ഇൻ എ വെൽ മാനേഡ് പോസ്ചർ, നിങ്ങൾ ഇരിക്കുമ്പോൾ നന്നായിട്ട് നല്ല പ്ലസൻറ്റ് സ്മൈലോടുകൂടെ ഇരിക്കുക. അതൊക്കെ ഡൂസാണ്. ലിസൺ ടു ദി ക്വസ്റ്റ്യൻ ക്ലിയർലി കംപ്ലീറ്റ്ലി നോട്ട് ഡൗൺ ദി ക്വസ്റ്റ്യൻ, അനലൈസ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ഗീവ് പ്രിസൈസ് റെസ്പോൺസ്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് വേണ്ടി മാത്രമുള്ളൊരു ഉത്തരം പറയുക. അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരമൊന്നും പാടില്ല. ബി വെരി ക്ലിയർ ആൻഡ് ഓഡിബിൾ, നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് ഒച്ചത്തിൽ വേണം സംസാരിക്കാൻ. മോഡുലേറ്റ് യുവർ വോയിസ് ടു മോഡറേറ്റ് പിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു നോർമൽ വോളിയത്തിലും അതുപോലെ തന്നെ ആ ഒരു പിച്ചിലും വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഡോൺസിൽ ഫസ്റ്റ് വൺ ബി ഡിസ്വേഡഡ്. ഡിസ്വേഡഡ് എന്ന് വെച്ചാൽ നമ്മൾ പിന്തിരിപ്പിക്കുക എന്ന് പറയും, നെഗറ്റീവ് പറയാതിരിക്കുക. ഒരു പിന്തിരിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ വരുന്നത്, പക്ഷേ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കരുത്. ഒരു ഇവാലുവേഷനിൽ നമ്മളെക്കുറിച്ച് ഒരു മോശപരമായിട്ട് ആൾക്കാർക്ക് തോന്നാത്ത രീതിയിൽ വേണം ഇടപെടാൻ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം, പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കണം. റിലാക്സ് ആൻഡ് ത്രോ യുവർ ബോഡി ബാക്ക് വിച്ച് ഷുഡ് ഹാമ്പർ യുവർ കോൺസെൻട്രേഷൻ. അപ്പം റിലാക്സ് ചെയ്തിരിക്കുക, പുറകോട്ട് ചാഞ്ഞിരിക്കാതെ നേരെയായിട്ട് ഇൻ്റർവ്യൂവറിനെ ഫേസ് ടു ഫേസ് ആയിട്ട് വൃത്തിയായിട്ട് ഇരിക്കുക. എന്ന് വെച്ചാൽ ഹാമ്പർ എന്ന് വെച്ചാൽ തടസ്സപ്പെടുക. യു വുഡ് ഹാമ്പർ യുവർ കോൺസെൻട്രേഷൻ. ഈ പുറകോട്ട് ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാം, അതുപോലെ തന്നെ അത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാതെയാക്കും. അപ്പോൾ ബി ഇൻ എ ഹറി ടു ആൻസർ. നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കേട്ടിട്ടേ അത് ആൻസർ പറയാവുള്ളൂ. പെട്ടെന്ന് ചാടി ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ ഒരിക്കലും ഇൻ്റർവ്യൂവിന് ചെന്ന് ആൻസർ പറയരുത്. ഡിപ്പെൻഡ് ഓൺ യുവർ മെമ്മറി അലോൺ. ഇപ്പോൾ നോട്ട് ദി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യണം. ഇപ്പോൾ ഡിപ്പെൻഡ് ഓൺ യുവർ മെമ്മറി അലോൺ. അപ്പം നമ്മുടെ ഓർമ്മയിലുള്ളത് കാര്യം മാത്രം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യന് എഴുതരുത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ വളരെ റാഷണലായിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. നമ്മുടെ ഓർമ്മയിലുള്ള പഠിച്ചു വെച്ച കാര്യം അതേപോലെ എഴുതരുതെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരിയും കൂടെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടെ നമ്മുടെ മനസ്സിലുള്ള കാര്യവും നമ്മളുടെ തിങ്കിങ്ങിനുള്ള കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ആ ഒരു രീതിയിൽ വേണം ഇവിടെയും നമ്മൾ ഉത്തരം കൊടുക്കാൻ. ബി ഇൻ എ ഹറി ടു ആൻസർ ഓർ എക്സ്പ്ലെയിൻ ഓർ ആൻസർ എവരിത്തിങ് യു നോ. പെട്ടെന്നുള്ളൊരു തിടുക്കം ഒരു കാര്യത്തിലും പാടില്ല എന്ന് വേണം ചുരുക്കം എന്ന് പറയുന്നത്. ബി ഇൻ എ ഹറി ടു എക്സ്പ്ലെയിൻ ഓർ ആൻസർ എനിത്തിങ് യു നോ. ഒരു തിടുക്കത്തിൽ ആൻസർ പറയുകയോ എടുത്തിയാടി പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പ്രോംപ്റ്റ് ഓർ സ്പീക്ക് വെരി ലൗഡ്ലി. ദിസ് വുഡ് ഒബ്സ്ട്രക്റ്റ് ക്ലാരിറ്റി. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുക, ഇപ്പം അവർ പറയുന്ന കാര്യം വീണ്ടും എടുത്ത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയും അതുപോലെ തന്നെ വളരെ ഒച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അവർക്ക് അതൊരു ഇമ്പ്രസീവായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വഴി ക്ലിയർ ആൻഡ് ഓഡിബിൾ, കേൾക്കാവുന്ന രീതിയിൽ മാത്രം പറയുക. അതുപോലെ തന്നെ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടുത്തത് സ്പീക്ക് ഇൻ എ ലോ ഓർ ഹൈ പിച്ച്. അതും ഡോൺസ് ആണ്. എന്ന് വെച്ചാൽ താന്ന് സംസാരിക്കുകയോ അതുപോലെ തന്നെ ഹൈ പിച്ചിൽ സംസാരിക്കുകയോ ചെയ്യരുത്. നോർമൽ രീതിയിൽ നമ്മളെങ്ങനെയാണോ ബാക്കി വീട്ടുകാരോടൊക്കെ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ മാത്രം സംസാരിക്കുക. അടുത്തത് ഡൂസിൽ ചെക്ക് യുവർ സ്പേസ്. നിങ്ങളുടെ സ്പീഡ്, സംസാരിക്കുന്ന ആ സ്പീഡ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ ബി ടു ലോ ഓർ ടു ഫാസ്റ്റ്. ഭയങ്കര തപ്പിത്തടഞ്ഞൊന്നും സംസാരിക്കരുത്, അതുപോലെ വളരെ സ്പീഡിലും സംസാരിക്കരുത്. ഫ്രെയിം ദ ആൻസർ ഇൻ യുവർ മൈൻഡ് ബിഫോർ യു ആൻസർ. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലൊരു ആൻസർ നമ്മൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ്റെ ടൈമിലാണ് നമ്മളതൊക്കെ നോക്കേണ്ടത്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള പഠിത്തവും നോളജ് എല്ലാം ആ സമയത്താണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്പീക്ക് ഔട്ട് വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അതൊന്നും പോയി വിളിച്ച് പറഞ്ഞേക്കുന്നത്. ബി ഷുവർ ഓൾ ദി ഇൻഫർമേഷൻ യു ഗീവ് ഔട്ട് ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈപ്പോത്തറ്റിക്കലി ട്രൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ തെളിവ് വേണം, അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്ന കാര്യങ്ങളുമായിരിക്കണം. ചുമ്മാ പോയി നുണയൊന്നും പോയി പറഞ്ഞ് ഇംപ്രസ് ചെയ്യരുത്. ഡു നോട്ട് ബ്ലഫ് ടു ഇംപ്രസ് ദി ഇൻ്റർവ്യൂ. നമ്മളെക്കുറിച്ചൊന്നും വലിയൊരു രീതിയിൽ ബൂസ്റ്റ് ചെയ്യണ്ട, തള്ളിമറിക്കണ്ട. എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയാതിരിക്കുക.
എൻഷ്യൂർ ദാറ്റ് ദെയർ ഈസ് നോ കൺഫ്യൂഷൻ. അപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതെ അവർക്ക് തോന്നണം. മെർജ് ഓൾ പോയിന്റ്സ് ആസ് ദിസ് വുഡ് കൺഫ്യൂസ് ദി ഇൻ്റർവ്യൂവർ. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ല. നമ്മൾ എന്തൊക്കെയാണോ പറയേണ്ടത് അതപ്പോൾ പറഞ്ഞാൽ മതി. വീണ്ടും അതൊന്നും എടുത്തു പറയണ്ട. അതുപോലെ എന്താ നമ്മളെക്കുറിച്ച് പോങ്ങച്ചൊന്നും പറയണ്ട, തള്ളി മറിക്കുകയൊന്നും വേണ്ട. നമ്മൾ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം വിത്ത് എ സ്മൈൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഈ ഒരു 3 ഫേസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അടുത്തത് ഫോൺ എറ്റിക്വറ്റ് ആണ്. ഫോൺ ഇൻ്റർവ്യൂസ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. എറ്റിക്വറ്റ് എന്ന് വെച്ചാൽ എന്താ? മര്യാദ. ആ ഒരു വാക്ക് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, അപ്പോൾ ഓർത്തിരിക്കുക. എറ്റിക്വറ്റിൻ്റെ അർത്ഥം മര്യാദ എന്നാണ്. പണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ഒരു എറ്റിക്വറ്റ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴുള്ള നമ്മുടെ മര്യാദകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം. ഇപ്പോൾ പൊതുവെ കാണാറുള്ള ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് ടെലിഫോൺ വഴിയുള്ള ഇൻ്റർവ്യൂസ്. ഒന്നെങ്കിൽ അത് ഇൻ്റർവ്യൂവിന് മുമ്പ് പ്രീ ഇൻ്റർവ്യൂ ആയിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മളെ വിളിച്ച് പറയുന്ന ആ ഒരു സെഷൻ. അപ്പോൾ അതിലും ഈ ഇൻ്റർവ്യൂ എടുക്കുന്നയാൾ ആ ഒരു കോൺവെർസേഷനും നോട്ട് ചെയ്യും. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻ്റർവ്യൂ ഫോണിൽ റെഡിയാക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ സൂമൊക്കെ അതിന് വേണ്ടി ഒരു വേദിയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം കൊറോണ ഇത് നിൽക്കുന്നതുകൊണ്ട് സൂമിൽ കൂടെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഫോൺ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഫേസ് ടു ഫേസ് അല്ല. അപ്പം നമ്മുടെ സംസാരമാണ് ശരിക്കും അവർ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഫോൺ ഇൻ്റർവ്യൂ യൂഷ്വലി നടത്തുന്നത് അവർക്ക് സമയം കൂടുതൽ ലാഭിക്കാനും പിന്നെ കൃത്യമായിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ സമയം പോലെ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു സെഷൻ. അപ്പോൾ ഈ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ, ഞാനൊരു സമ്മറി ആയിട്ട് പറയാം. ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് റേഞ്ചാണ്. കൃത്യമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്താനൊരു കൃത്യമായിട്ടുള്ളൊരു സ്ഥലവും വേണം. വേറെ ഒരു എക്സ്റ്റേണൽ നോയ്സസ് ഒന്നും കയറാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലൊരു നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു ഏരിയ വേണം. അതുപോലെ നല്ല കാം ആൻഡ് പീസ്ഫുൾ അന്തരീക്ഷമായിരിക്കണം. ഇതൊക്കെ ആ ഒരു സെൻറ്റൻസുകളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു നെസസറി ടു ഹാവ് എ പെൻ ആൻഡ് എ സ്ക്രിബ്ലിംഗ് പാഡ്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് അപ്പം നോട്ട് ചെയ്യാൻ വേണ്ടി അതും. പിന്നെ അപ്പാർട്ട് ഫ്രം ബേസിക് ടെലിഫോണിക് എറ്റിക്വറ്റ്, റിമെമ്പർ ദ ഫോളോയിങ് ടിപ്സ് ആൻഡ് യൂസ്ഫുൾ ഫ്രേസസ്. ആ താഴത്തെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, ടെലിഫോണിക് എറ്റിക്വറ്റ്സ് എന്നാണ് പറയാം. ആ ടിപ്സ്: ഓൾവേസ് പ്ലാൻ വാട്ട് യു വാണ്ട് ടു സേ. എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കണം എന്താ പറയേണ്ടതെന്നുള്ളത്. പിന്നെ കോൺസെൻട്രേറ്റ് ഓൺ യുവർ വോയിസ് പാറ്റേൺ. എപ്പോഴും ഒരു മിതമായിട്ടുള്ള ഒരു നോർമൽ പിച്ചിൽ വേണം സംസാരിക്കാൻ. യുവർ വോയിസ് ഷുഡ് ബി ക്ലിയർ. അവോയ്ഡ് ലോങ് പോസസ് ഓർ ഫ്രീക്വൻറ്റ് ഹാൾട്ടിങ്. അപ്പോൾ ഒരിക്കലും ഹാൾട്ടിങ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഈ റേഡിയോ ജോക്കീസൊക്കെ സംസാരിക്കുന്ന പോലെ കൃത്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. പിന്നെ യൂസ് സിമ്പിൾ, ഡയറക്റ്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക് റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഉത്സാഹമുള്ള റെസ്പോൺസസ് അവർക്ക് കൊടുക്കണം. ഒരു പോസിറ്റീവ് വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. എൻതൂസിയാസം എന്ന് വെച്ചാൽ ഉത്സാഹം. ഓൾവേസ് കീപ്പ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഹാൻഡി. അപ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കരുതിയിരിക്കണം. മെയിൻറ്റെയിൻ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ വേണം. പിന്നെ സെലക്ട് എ പീസ്ഫുൾ പ്ലേസ് ഫോർ ദി ഇൻ്റർവ്യൂ. ബി റിലാക്സ്ഡ്, സ്മൈൽ ത്രൂ ദ ഫോൺ, കീപ് ദ കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസി ടു ഫോളോ. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഓൾവേസ് കീപ് എ പേപ്പർ ആൻഡ് എ പെൻ വിത്തിൻ റീച്ച്. എപ്പോഴും അടുത്തൊരു പേനയും പേപ്പറും എപ്പോഴും വേണം. എ ലിസ്റ്റ് ഓഫ് കീവേഡ്സ് ആൻഡ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂമേ ഷുഡ് ഓൾവേസ് ബി കെപ്റ്റ് ഓൺ യുവർ ഡെസ്ക്. എന്ന് വെച്ചാൽ റെസ്യൂമേയും അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ അടുത്തെപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ. റോൾ പ്രാക്ടീസ് മേ ഹെൽപ്പ് ഇൻ ദി ടെലിഫോണിക് ഇൻ്റർവ്യൂ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ഫോൺ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ പ്ലേ ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ആക്ട് ചെയ്യുക. അതൊന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓൾവേസ് എൻഡ് ഓൺ എ പോസിറ്റീവ് നോട്ട്. എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിൽ അവസാനിപ്പിക്കുക.
യൂസ്ഫുൾ ഫ്രേസസ്, ഐ എം കോളിംഗ് ഫ്രം, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ആണ്. എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസ് ആണ് ഓരോ കോൺവെർസേഷനിൽ. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പം ഒരു ടെലിഫോണിക് ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടെലിഫോണിക് കോൺവെർസേഷൻ, ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റും. ഹലോ, ഐ എം കോളിംഗ് ഫ്രം പാല ആൻഡ് മൈ നെയിം ഈസ് സംതിങ് സംതിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത്, വുഡ് ഇറ്റ് ബി പോസിബിൾ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത്, വെൻ വിൽ ഷീ ബി അവൈലബിൾ. അപ്പം ഈ ഒരു 4 സെൻറ്റൻസും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്പോൾ ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ, പോസ്റ്റ് ഇൻ്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് അതെപ്പോഴും ഒരു സ്ട്രാറ്റജിയാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുരുക്കമായിട്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇൻ്റർവ്യൂവും കഴിയുമ്പോൾ ഉടനെ എണീറ്റ് പോകരുത്. ജസ്റ്റ് നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അവിടെ അങ്ങോട്ട് ചോദിക്കും. എന്നുവെച്ചാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, വാട്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഡു യു പ്രൊവൈഡ് ഫോർ ഈസ് ന്യൂ എംപ്ലോയീസ്, ആ ഒരു പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ എന്ത് തരം ട്രെയിനിങ് ആണ് നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. യു ഷുഡ് ഓൾസോ പൊളൈറ്റ്ലി ആസ്ക് ദി ഇൻ്റർവ്യൂ. എന്ന് വെച്ചാൽ നമ്മൾ അവർ ചോദിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്ന് ചോദിക്കരുത്. എന്ന് വെച്ചാൽ ജസ്റ്റ് പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അന്തരീക്ഷമൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ ചോദിക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ ഇടയിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾവേസ് സ്മൈൽ ആൻഡ് താങ്ക് ദ ഇൻ്റർവ്യൂവർ ബിഫോർ യു ലീവ്. അതുപോലെ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് ചിരിക്കുകയോ പിന്നെ ഒന്ന് നന്ദി പറയുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് അവർക്കൊരു സെൻഡ് എ ഫോളോ അപ്പ് ഇമെയിൽ വിത്തിൻ എ ഡേ ഓർ 2 ടു താങ്ക് ദ ഇൻ്റർവ്യൂവർ. അപ്പോൾ ഒരു ഫോളോ അപ്പ് ഇമെയിൽ, ഇങ്ങനെ ഒരു ഇമെയിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ഇമെയിൽ ചുമ്മാ അങ്ങ് തട്ടിവിടുക. അതൊക്കെ ഒരു പോസ്റ്റ് ഇൻ്റർവ്യൂ സെക്ഷനിൽ വരുന്നതാണ്. അത് 3ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. സെൻഡ് എ ഫോളോ അപ്പ് ഇമെയിൽ വിത്തിൻ എ ഡേ ഓർ 2 ടു താങ്ക് ദ ഇൻ്റർവ്യൂവർ, താങ്കിങ് ദം ഫോർ ഗിവിങ് യു ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ വിത്ത് ദം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞങ്ങൾ സന്തോഷമാണ് എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് അത്രയേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കൃഷ്ണനഗർ, ചെന്നൈ, തമിഴ്നാട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഷോ ഗുഡ് എറ്റിക്യൂട്ട് ആൻഡ് ഗുഡ് മാനേഴ്സ് ഇൻ യൂസിങ് പ്രോപ്പർ ടൈറ്റിൽസ്, പഞ്ച്വേഷൻസ്, ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഇമെയിലിന് വേണ്ട ആവശ്യങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ 3 ഇൻ്റർവ്യൂസിൻ്റെ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഇല്ല. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ്, സ്ട്രെസ് ഇൻ്റർവ്യൂ, പിന്നെ ഡെപ്ത് ഇൻ്റർവ്യൂ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 3 ഫേസസ്: പ്രിപ്പറേഷൻ, പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ. പിന്നെ ടെലിഫോണിക് ഇൻ്റർവ്യൂസ് ഒരെണ്ണം എഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം പേജ് നമ്പർ 43 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ യൂസ്ഫുൾ ഫ്രേസസ്, ആ ഫ്രേസസ് യൂസ് ചെയ്ത് നിങ്ങളോട് ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചോദിക്കും. പിന്നെ ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ അത് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും കൂടുതലില്ല.